മോനെ തള്ളിയിട്ട് വാഷ് ബേസിൽ തല പിടിച്ചിടിച്ച് ചോറുന്ന പാത്രം വെച്ച് തലയ്ക്കടിക്കുക, ഭിത്തിയിലേക്ക് തലയിടിക്കുക. ഇതുപോലെ ക്രൂരമായ പീഡനമാണ് എൻ്റെ മോൻ ഈ 3 മാസം അവിടെ അനുഭവിച്ചത്. എനിക്ക് നീതി കിട്ടണം. വിദേശത്തുള്ള മാതാവ് വളർത്താനേൽപ്പിച്ച 7 വയസ്സുകാരനെ അംഗൻവാടി ടീച്ചർ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. ഇവിടെ നിന്ന് വീഡിയോ കോൾ വിളിക്കുമ്പോഴൊന്നും ബിജി ഫോൺ എടുക്കില്ലെന്നും നിരന്തരം ആവശ്യപ്പെട്ടിട്ടും മകന്റെ ഫോട്ടോയോ വീഡിയോയോ അയച്ചു കൊടുത്തില്ലെന്നും ഇവർ പറഞ്ഞു. ഇതേ തുടർന്നുള്ള മാനസിക സമ്മർദ്ദത്തിൽ കഴിഞ്ഞ 8-ാം തീയതി വീണ്ടും നാട്ടിലെത്തിയപ്പോഴാണ് ഇങ്ങനെയൊരു വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നറിയില്ല. കാരണം ഇതൊരു ചർച്ചയായിട്ടില്ല. കോടഞ്ചേരിയിൽ നടന്ന സംഭവമാണ്. ബിജി എന്ന പേരുള്ള അംഗനവാടി ടീച്ചറിൽ നിന്നും കഴിഞ്ഞ 3 മാസമായി 7 വയസ്സുകാരൻ നേരിട്ട പീഡനത്തെക്കുറിച്ച് ആ കുഞ്ഞിന്റെ അമ്മ പറയുന്ന വാക്കുകളാണ് നിങ്ങളിപ്പോ കേട്ടത്. അതേ പ്രായത്തിലൊരു മകനുള്ള ഒരു അമ്മയ്ക്ക് എങ്ങനെയാണ് അതിന് സാധിച്ചത് എന്നതാണ് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിയത്. കോടഞ്ചേരി പോലീസ് കേസെടുത്തിട്ടുണ്ടെങ്കിലും ബിജി ഒളിവിലാണെന്നാണ് അറിയാൻ സാധിച്ചത്. പോലീസിന് ഇതുവരെ അവരെ കണ്ടെത്താനായിട്ടില്ല. നിയമപാലകരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, 7 വയസ്സുകാരനെ ക്രിമിനൽ മൈൻഡോടുകൂടി പരിഗണിച്ച അവരിനി ഒരിക്കലും ആ ജോലിയിൽ തുടരാൻ പാടില്ല. ആ ജോലി ഒരിക്കലും അവർ അർഹിക്കുന്നുമില്ല. നിയമം അർഹിക്കുന്ന ശിക്ഷ തന്നെ നൽകി ഇനി ഒരാളും ചെയ്യാൻ ചിന്തിക്കാത്ത വിധം മാതൃകയായിരിക്കണം നടപടി എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, കുഞ്ഞുങ്ങളോട് എപ്പോഴെങ്കിലും ചോദിച്ചറിയാൻ ശ്രമിക്കണം. അധ്യാപകരിൽ നിന്നോ ടീച്ചേഴ്സിൽ നിന്നോ ശാരീരികപരമായോ മാനസികപരമായോ എന്തെങ്കിലും പ്രയാസങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടോന്ന്. ഒരുപക്ഷെ ഭീഷണിയുടെ സ്വരം മുഴക്കി കുഞ്ഞുങ്ങളുടെ വാ തുന്നിക്കെട്ടാനും ഇത്തരക്കാർക്ക് സാധിക്കും.